അപ്പോൾ ആ ലീഗ് എന്ന് പറയുന്ന നോൺ ഗേഡർ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നവർക്ക് നോൺ ഗേഡർ പ്രവർത്തന രീതി മാത്രമേ അറിയാവൂ. അപ്പോൾ ഈ സന്ദീപ് വാര്യർ ഏത് പ്രസ്ഥാനത്തിൽ ചെന്ന് കഴിഞ്ഞാലും അദ്ദേഹം സംഘ അനുകൂല നിലപാടുകളായിരിക്കും എടുക്കുന്നത്. അത് ചിലപ്പോൾ BJP അനുകൂല നിലപാടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ VD സതീശൻ സംഘത്തിന്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കോൺഗ്രസ് വിമുക്ത ഭാരതമാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്താൽ കഴിയുന്നത് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. VD സതീശൻ വരെ തള്ളി പറഞ്ഞിരിക്കുകയാണ് നിയമത്തിന്റെ വഴിക്ക് പോകും. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ടാണ്. വീണ്ടും സന്ദീപ് വാര്യറിന് പിന്തുണയില്ല, നിയമത്തിന്റെ വഴിക്ക് പോകും. വീണ്ടും രാമായണത്തിന്റെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് വിഭീഷണൻ അപ്പുറത്ത് നിന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് യുദ്ധം ജയിക്കാൻ സാധിച്ചത്, രാമന് യുദ്ധം ജയിക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ യുദ്ധതന്ത്രങ്ങളിൽ മോൾസ് എന്ന് പറയും. അതായത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൊടുക്കുന്ന നമ്മുടെ അസറ്റിനെയാണ് നമ്മൾ മോൾസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മോളായിട്ട് സന്ദീപ് വാര്യർ നമ്മൾ കണ്ടാൽ മതി. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ BJPക്ക് ഗുണം ചെയ്യുമെന്നേ നമുക്ക് ലോങ് ടൈമിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ല, അതാണ് പക്ഷെ അദ്ദേഹത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ടല്ലോ. MLA ആകണം, ഒരു സീറ്റ് നേടുക, അതിനുവേണ്ടി മുസ്ലിം ലീഗിന്റെ അതിന് കോൺഗ്രസിന് കാല് പിടിക്കുക. അതിന് കോൺഗ്രസിന് ലോക്സഭ രാജ്യസഭാ സീറ്റുകളുണ്ട്. ആ സീറ്റുകൾ ഏതെങ്കിലും പിടിച്ചിട്ട് കയറാനേ പറ്റത്തുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് ഇപ്പം സന്ദീപ് വാര്യർ ഏത് മണ്ഡലത്തിൽ കൊണ്ടുവരുന്നത് വൻ അടിയാണ് അവിടെ നടക്കുന്നത്. അതന്നെ, അദ്ദേഹത്തിന് എവിടെ മത്സരിച്ചാലും ജനാധിപത്യ രീതിയിൽ മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ വയനാട് എവിടെയെങ്കിലും ചെന്ന് നിന്ന് കോൺഗ്രസിന്റെ സീറ്റ് മത്സരിച്ചാൽ ചിലപ്പോൾ ജയിക്കും. വേറെ എവിടെ നിന്ന് കഴിഞ്ഞാലും കോൺഗ്രസിന് ഷുവർ സീറ്റ് എന്ന് പറയാൻ കേരളത്തിൽ ഇപ്പം വയനാട് മാത്രമേ ഉള്ളൂ. മലപ്പുറം പോലും ഇല്ല. പണ്ട് മുരളീധരൻ മലപ്പുറത്ത് പോയി നിന്ന് മത്സരിച്ചിട്ട് കിട്ടിയത് നമുക്കറിയാമല്ലോ. അപ്പം മലപ്പുറം പോലും ഒരു ഉറച്ച സീറ്റില്ല. ഈ കണ്ണുടച്ച് വോട്ട് ചെയ്യുന്ന വയനാട് ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ അടുത്ത തവണ സന്ദീപ് വാര്യർ ജയിക്കും. വേറെ എവിടെ നിന്ന് കഴിഞ്ഞാലും സന്ദീപ് വാര്യർ ജയിക്കത്തില്ല. എന്തായാലും ഈ ഒരു വിവാദങ്ങളിൽ രാഹുൽ ഈശ്വറിന്റെ പിൻപറ്റുക, അല്ലെങ്കിൽ ഈ ഒരു ഇരയായ ഒരു കുട്ടിയുടെ പേര് വെളിപ്പെടുത്തുക, ഇരയെ ഞാൻ ന്യായീകരിക്കുകയല്ല. ഇരയ്ക്ക് ഒരു പ്രൈവസി ഇല്ല. കാര്യം അവർക്ക് ചീഫ് മിനിസ്റ്ററുടെ വീട്ടിൽ പോകാമെങ്കിൽ പലരും അത് കണ്ടിരിക്കും.